എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ MSME മന്ത്രാലയത്തിൻ്റെ കേരളത്തിലുള്ള MSME ഡെവലപ്മെൻറ്റ് ആൻഡ് ഫെസിലിറ്റേഷൻ ഓഫീസിൽ നിന്നാണ് വരുന്നത്. ആദ്യം ഞങ്ങളൊന്ന് പരിചയപ്പെടുത്താം. Good afternoon everyone. I am Mahalakshmi, Assistant Director from MSME DFO തൃശ്ശൂർ. എൻ്റെ പേര് അരുണ മർക്കോസ്. ഞാൻ അവിടുത്തെ യങ് പ്രൊഫഷണലാണ്. അരുണിമ മർക്കോസ് യങ് പ്രൊഫഷണലാണ്. ആദ്യം ഞങ്ങളുടെ ഓഫീസിനെ കുറിച്ച് പറയാം. MSME മന്ത്രാലയത്തിൻ്റെ കേരളത്തിലുള്ള ഫീൽഡ് ഓഫീസാണ് MSME ഡെവലപ്മെൻറ്റ് ആൻഡ് ഫെസിലിറ്റേഷൻ ഓഫീസ്. തൃശ്ശൂരിലാണ് ഞങ്ങളുടെ ഓഫീസ് ഉള്ളത്. MSME മന്ത്രാലയം 2023 ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള PM വിശ്വകർമ്മ എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ ഭാഗമായിട്ട് ഉള്ള ഗുണഭോക്താക്കളുടെ ഉൽപ്പന്നങ്ങളുടെ ഒരു പ്രദർശനമേള നമ്മളുടെ പുത്തരിക്കണ്ടം മൈതാനത്തിനടുത്തുള്ള EK നായനാർ പാർക്കിൽ ഇന്ന് മുതൽ 25, 26, 27 തീയതികളിൽ നടക്കുകയാണ്. അപ്പോൾ ആദ്യം PM വിശ്വകർമ്മ പദ്ധതി എന്ന് പറയുമ്പോൾ കരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തൊഴിലെടുക്കുന്ന 18ഓളം തൊഴിൽ വിഭാഗത്തിൽപ്പെടുന്ന തൊഴിലാളികൾക്ക് MSME മന്ത്രാലയം സംരംഭകരാക്കി മാറ്റുന്നതിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു പദ്ധതിയാണിത്. ഇതിൻ്റെ ഭാഗമായിട്ട് ബാർബർ, അതുപോലെ കാർപ്പൻ്റർ, ടെയിലർ, അങ്ങനെ നിരവധി തൊഴിൽ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ഇതിൻ്റെ ഭാഗമാണ്. ഈ പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് PM വിശ്വകർമ്മ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളെ സംരംഭകരാക്കി മാറ്റുക, അതിനുവേണ്ടി 3 ലക്ഷം രൂപ നൽകുക, അതിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് അഡ്വാൻസ്ഡ് ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രെയിനിങ് നടത്തുക, ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് 15,000 രൂപ വിലമതിക്കുന്ന ടൂൾ കിറ്റുകൾ നൽകുക, അതോടൊപ്പം തന്നെ മാർക്കറ്റിങ്ങിനുള്ള സഹായം കൂടെ നൽകുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പോൾ ഈ പദ്ധതിയിൽ നമ്മുടെ കേരളത്തിൽ ഏകദേശം 22,000-ഓളം ആളുകൾ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട്. അതിൽ തിരുവനന്തപുരത്ത് ഏകദേശം 3,000-ഓളം ആളുകൾ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് നടത്തുന്ന പ്രദർശനമേള എന്ന് പറയുന്നത് PM വിശ്വകർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഗുണഭോക്താക്കളുടെ പ്രൊഡക്റ്റുകൾ അവർ മാർക്കറ്റിലേക്ക് എത്തിക്കുക, പുതിയ പുതിയ ആളുകളിലേക്ക് അവരുടെ പ്രൊഡക്റ്റ് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ 3 ദിവസത്തെ എക്സിബിഷൻ സംഘടിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഈ എക്സിബിഷനിൽ എത്തിയിരിക്കുന്ന ഭൂരിഭാഗം പേരും ആദ്യമായി എക്സിബിഷനിൽ എത്തുകയും ആദ്യമായി അവരുടെ പ്രൊഡക്റ്റുകൾ മറ്റൊരു തരം കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ വന്നിരിക്കുന്ന സാധാരണക്കാരായ ആളുകളാണ്. ടൈലർമാരാണെങ്കിലും കാർപ്പൻ്റർമാരാണെങ്കിലും. അപ്പോൾ അവരുടെ പ്രൊഡക്റ്റുകൾ ഈ 3 ദിവസം എക്സിബിഷൻ ചെയ്തുകൊണ്ട് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ. ഇന്ന് പരിപാടിയുടെ ഉദ്ഘാടനം കൂടിയാണ്. എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മേയറാണ്. വൈകിട്ട് 6 മണിക്കാണ് എക്സിബിഷൻ്റെ ഉദ്ഘാടനം നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഏകദേശം 50ഓളം സ്റ്റാളുകളാണ് നമ്മൾ സ്റ്റോളിൽ എക്സിബിഷനിൽ ഒരുക്കിയിരിക്കുന്നത്. ഇത്രയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എല്ലാവരെയും ഞങ്ങൾ എക്സിബിഷനിലേക്ക് ക്ഷണിക്കുകയാണ്. ഞങ്ങൾ ഓൾറെഡി തന്നെ പത്രത്തിൽ കൊടുത്തിരുന്നു, എങ്കിൽ പോലും ഞങ്ങൾക്കറിയാം ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വന്ന് ഇവിടെ ഒരു എക്സിബിഷൻ നടത്തുന്നത് കൊണ്ട് തന്നെ ആളുകളിലേക്ക് ഞങ്ങൾക്ക് എത്തിക്കുന്നതിൽ ഒരുപാട് പരിമിതി ഉണ്ടായിട്ടുണ്ടെങ്കിലും എല്ലാ പത്രപ്രവർത്തകരെയും ഞങ്ങളുടെ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം ഞങ്ങളുടെ എക്സിബിഷൻ വന്ന് കാണണമെന്നും ഞങ്ങളുടെ സംരംഭകരുടെ ആർട്ടിസൻസിൻ്റെ പ്രൊഡക്റ്റുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒരു ന്യൂസ് കവറേജ് നൽകണമെന്ന് കൂടെ അഭ്യർത്ഥിക്കുകയാണ്.